മാതാവേ, അപ്പാ, കുനിഞ്ഞിരുന്ന് എഴുതിക്കോ. എന്നിട്ട് രാത്രി പുറന്നു എന്ന് പറയാനല്ലേ? അപ്പനതവിടെ വെച്ചാ മതി, ഞാൻ എഴുതിക്കോളാം. വേണ്ട, നിനക്ക് തയ്ച്ചു തീർക്കാനൊക്കെ ഒരുപാട് ബാക്കിയുള്ളതല്ലേ. ചെല്ലേ, അപ്പൻ എഴുതിക്കോളാം. എന്റെ കെട്ടൻ അയാളെ വിളിക്കണ്ട. ഇയാളും അപ്പനും കൂടെ പണ്ട് ഓരോന്ന് ചെയ്തു വെച്ചെന്റെയാ ഇപ്പോഴേ അനുഭവിക്കുന്നത്. അപ്പന്റെ കാല് പോയി, മരിക്കുന്നവരെ മമ്മിക്കും സമാധാനം കിട്ടിയിട്ടില്ല. അയലൊക്കക്കാർ പോലും തിരിഞ്ഞു കയറത്തില്ല ഇങ്ങോട്ട്. അറിയാലോ അപ്പന്. താങ്ങാൻ മേലാത്ത അത്ര അനുഭവിച്ചല്ലേ അപ്പ. വേണ്ട, നമുക്ക് നമ്മൾ മാത്രം മതി, പോരെ? അപ്പൻ ചായ കുടിച്ചോ? എന്നാ പറ്റി അച്ഛാ? ക്ഷീണമാണല്ലോ. അലക്സ് എന്ത് ചെയ്യേ? കോളേജിൽ പോയോ? പിന്നെ എന്നാ ഉണ്ട്? ഡോ കോപ്പേ, താനിവളുടെ കെട്ടുറപ്പിച്ചല്ലേ? ഞാൻ അറിയാലെന്ന് വിചാരിച്ചോ? കണക്കും പ്രകാരമേ 13.5 ലക്ഷം രൂപ വരാനുണ്ട് എനിക്ക്. എൻ്റെ അപ്പൻ്റെ കാലം തൊട്ടുള്ള കടമാ. തൻ്റെ പെണ്ണുമ്പളയുടെ ദീനം, ചെറുക്കൻ്റെ പഠിപ്പ്, തൻ്റെ കാലയിലെ പഴുപ്പെന്നൊക്കെ പറഞ്ഞ് പല തവണയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടുപോയി നക്കിയത് ഓർമ്മയുണ്ടല്ലോ.
തൻ്റെ ഈ കൊട്ടാരവും കക്കൂസും അടക്കം എൻ്റെ ലോക്കറില. ഞാനൊന്ന് പറഞ്ഞോട്ടെ ജോർജ്, ഈ പെരയിടത്തു നിന്നുള്ള ആദായവും ജോർജൻ. താൻ ഒന്നും പണയണ്ട. തന്നോട് ഞാനൊരു 100 തവണ പറഞ്ഞതല്ലേ ഇവിടെ എങ്ങ് കെട്ടിച്ച് തന്നേരെ എല്ലാം എഴുതി തള്ളിയേക്കാന്ന്. അപ്പൊ തനിക്ക് ഒക്കുകയല്ല. ഞാൻ സ്വന്തം കെട്ടിയാളെ കൊന്നവനാണല്ലോ, ഇല്ലേടി? നിന്റെ കൂട്ടുകാരത്തിൽ തന്നെത്താൻ തൂങ്ങിയതാ, അതെന്റെ പണിയല്ല. ജോർജ്, ശരിയാ, ഞാൻ കാശ് തരാനുണ്ട്. എന്നാലും അതിന് പകരം എൻ്റെ മോൾ. വേണ്ട, മോളെ മൊത്തമായിട്ട് തരണ്ട. എന്നും വീട്ടിൽ പോകുന്ന വഴിക്ക് ഞാനിങ്ങ് കയറാം. തവണയായിട്ട് തന്ന് തീർക്കാൻ പറ മോളോട്. അപ്പാ, പിടച്ച് വീഴണ്ട. ഒന്നിലുള്ള കെട്ടിച്ചിറക്കുന്നതിന് മുന്നേ എന്നെ സെറ്റിൽ ചെയ്യണം. ഇല്ലേ പിന്നെ ഇവളെ ഞാനിങ്ങ് എടുക്കും. കുത്തിയിരുന്ന് ആലോചിക്ക്. സഹായത്തിനൊരുത്തൻ നീട്ടിത്തരുമ്പോ പിടിച്ചു കയറാനുള്ള പുത്തി കാണിക്കടി പെണ്ണെ. നീ ഇത് എങ്ങോട്ട് പോവാ മോനെ? വിടിയേട്ടാ. ചേട്ടനാ ചോദിച്ചതിന് ഉത്തരം പറയടാ. വീട്ടിൽ പോവാ. നിന്റെ പെങ്ങളുണ്ടോടാ അവിടെ? 2 ഷർട്ട് അടിക്കണമല്ലടാ. അവളെ ഒന്ന് അളവെടുത്ത് തരുമോ? എന്തിനാ ഏട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? വിട് പ്ലീസ്. നിന്റെ ആ 1.5 കാലം തന്തയില്ലേ അയാൾ 2 കാലം ഉണ്ടായിരുന്നപ്പോ ചെയ്തതിന്റെ പലിശയായിട്ട് കൂട്ടിയാൽ മതി കേട്ടാ. എന്നാപ്പാ മുറ്റത്തോട്ട് വല്ല ഇറങ്ങണോ? അപ്പൻ്റെ വിരലെ പിടിച്ച് നടന്നിട്ടില്ല നീ. നിന്റെ കുഞ്ഞുനാൾ മുതൽ അപ്പൻ നിന്റെ തോളത്ത് പിടിച്ചാണ് നടക്കുന്നത്. നിന്നെ ഇന്നും ഉപദ്രവിച്ചോടാ അവന്മാര്. നീ എന്നാണ് അപ്പനോടൊന്നും വന്ന് പറയാഞ്ഞേ? നിന്റെ ചേച്ചി പറഞ്ഞു കാണും അപ്പനോട് പറയണ്ട അല്ലേ? നാളെ അപ്പനും കൂടെ വരാം നിന്റെ കൂടെ. എന്നിട്ട് അപ്പനവന്മാരോട് ചോദിക്കാം നിന്നെ എന്തിനാ ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നതെന്ന്. വേണ്ടപ്പാ, സാരില്ല.
അപ്പം വരാടാ ചോദിക്കാൻ. അപ്പനല്ലാതെ ആരാടാ നിന്റെ കൂടെ നിൽക്കാൻ? ഇപ്രാവശ്യം അവിടെ പോട്ടെ. ഇനി എന്തെങ്കിലും ചെയ്താൽ അപ്പം വന്നാൽ മതി. നിന്റെ അപ്പനെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ലാതായിപ്പോയി അല്ലേടാ? പാവങ്ങളെ